ജോഷില നേരത്തെ ഈ അരിക്കൊമ്പൻ ദൗത്യത്തിൽ അടക്കം പങ്കാളികളായ കുങ്കിയാനകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടേക്കും ഈ ഒരു ദൗത്യത്തിനും വേണ്ടി എത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആനകളെ എത്ര ആനകളെ എത്തിക്കുന്നുണ്ട്? അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെയും അവിടെ പൂർത്തിയായിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ 2 ആനകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വിക്രമും സൂര്യനുമാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. എന്തായാലും വലിയ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മയക്കുവെടി വെച്ചതിന് ശേഷം ആന വെപ്രാളപ്പെട്ട് ഓടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതൊരു താഴ്ന്ന പ്രദേശമായതുകൊണ്ടും ആ വഴിക്ക് മറ്റ് ജനവാസ കേന്ദ്രം അതിൻ്റെ തൊട്ട് മുകളിലാണ്. അപ്പോൾ അത്തരത്തിലൊരു അപകടം വരാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ആന വാഴത്തോട്ടത്തിൽ വാഴകൾ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്ക് വിഷ്വലിലൂടെ ഈ ദൃശ്യങ്ങളിൽ നമുക്കിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് ജോഷില കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകർ ആനയെ ഈ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ജോഷില പറഞ്ഞതനുസരിച്ച് മാനന്തവാടി ടൗണിന് നടുക്ക് തന്നെയാണ് ഇപ്പോൾ ഒരു വാഴത്തോട്ടത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന രീതിക്കാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്തായി മറ്റു ചില ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മേഖലയിലുള്ള ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുക എന്നതാണ് മയക്കുവെടി വെക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഏറ്റവും പ്രധാനമായ നടപടിക്രമം എന്ന് പറയുന്നത്. ആ നിലയ്ക്കുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിൽ നിന്ന് ആന മുന്നോട്ട് നടക്കുകയാണോ ജോഷില? വാഴത്തോട്ടത്തിനടുത്തുള്ള മുന്നോട്ട് പോകുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന മണ്ണ് വാരി ശരീരത്തിലേക്ക് ഇടുന്നു. ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആന അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോഴത് നിശ്ചലമായി നിൽക്കുകയാണ്. അടുത്ത ഒരു മൈതാനത്തേക്ക് കടന്ന് മണ്ണ് വാരി തൊട്ടടുത്തൊരു വീടാണോ ഉള്ളത്? ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്താണ് ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീടുണ്ട്, കെട്ടിടങ്ങളാണ് അവിടെയുള്ളത്. അവിടെയുള്ള കെട്ടിടം ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ കെട്ടിടത്തിൽ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ്. അത് നമ്മളെ പാനിപ്പൂരി കച്ചവടം മേലെ അത് അവിടെ കെട്ടിടമാണോ? ആണാൻ കെട്ടിപ്പോയി കൊണ്ടുപോകണം. രാവിലെ 7 മണിക്ക് മുന്നേ അത് അവിടെയുള്ളത് കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആന മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുറ്റും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആന ഒരു ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മയക്കുവെടി വെക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, അത് അവിടെ ആളുകൾ കെട്ടിടമാണോ? അത് കെട്ടിടമുണ്ട്, വീടുണ്ട്. ആളുകൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പൊ എല്ലാവരും ഫോറസ്റ്റുകാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് മാനന്തവാടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് തന്നെ ആന. ഈ മാനന്തവാടി ടൗൺ ഏരിയയിൽ ആദ്യമായിട്ട് തന്നെയായി വരുന്നത്. ഇത്രയും നാൾ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. 91-ലോ മറ്റോ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊന്നും ആന ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ഇത് യാദൃശികമായിട്ട് വന്ന് പെട്ടതാണെന്ന് തോന്നണേ, അല്ലാണ്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഇതന്നെയാണ് കാവ്യ പറയാനുള്ളത്. ഇവിടെയുള്ള നാട്ടുകാരും പറയുന്നു ഏകദേശം 91-ലോ മറ്റോ ആന വന്നിരുന്നു. അത് ഉപദ്രവകാരിയായിരുന്നില്ല, അത് കടന്നു പോയിട്ടുണ്ടായിരുന്നു ഈ വഴിയിലൂടെ. അല്ലാതെ ഇതുവരെ ഒരു ആനയുടെ ആക്രമണം ഉണ്ടാകുക ഒരു പ്രദേശമല്ല മാനന്തവാടി ടൗൺ. എന്തായാലും ആളുകളും വനവകുപ്പ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ആ പരിസരത്തേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം പ്രദേശവാസികളും ഒക്കെ ഉണ്ടോ അവിടെ പരിസരത്ത് ജോഷില? എന്താണ് മനസ്സിലാകുന്നത്? പ്രദേശവാസികൾ ആനയുടെ തൊട്ടടുത്ത് പ്രദേശവാസികളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ റാപ്പിഡ് ഫോഴ്സ് അടക്കമുള്ള ആളുകളാണ്. ആനയുടെ ആ പരിസരത്തുള്ള ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആന മറ്റു ഉപദ്രവങ്ങളൊന്നും, ഒരു പ്രകോപനപരമായ രീതിയിലല്ല ആന മുന്നോട്ട് പോകുന്നത്. വളരെ സാവധാനത്തിൽ, വളരെ ശാന്തമായ രീതിയിൽ തന്നെയാണ് ആന മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ആശ്വാസകരം. എന്തായാലും ഒരു പ്രകോപനപരമായ രീതിയിലേക്ക് അത് പോകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വാഴത്തോട്ടത്തിൽ നിന്നും ആന മുന്നോട്ടേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് കാവ്യ. ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ആ വാഴത്തോട്ടത്തിൽ ജനവാസ കേന്ദ്രമാണെന്നാണ് ആളുകൾ പറയുന്നത്. പറയൂ ജോഷില. വാഴത്തോട്ടത്തിൽ നിന്നും മുന്നോട്ട് പോയിരിക്കുകയാണ്. ജനവാസ കേന്ദ്രത്തിലാണ് പോയിരിക്കുന്നത്. ഇതുവരെ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. KSRTC സ്റ്റാൻഡ്, ന്യൂമാൻസ് കോളേജ്
കോളേജിൽ നിന്നില്ലല്ലോ അല്ലേ? കോളേജിൽ നിന്നില്ല. കോളേജില്ല, തൊട്ടടുത്ത് KSRTC സ്റ്റാൻഡും ഉണ്ട്, കോളേജും ഉണ്ട്, ഗാരേജാണ്, മെയിൻ റോഡാണ്, പുഴ സൈഡാണ്. അങ്ങോട്ടാണ് ഇപ്പോൾ ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുഴയുണ്ടല്ലേ ആ ഭാഗത്ത് തൊട്ടടുത്ത് പുഴയുണ്ട്, മാനന്തവാടി കബനിഗിരി പുഴ. ആ പുഴ ആനയുടെ സ്ഥലത്ത് തന്നെയാണുള്ളത്. ഇപ്പോൾ ആ പുഴ സൈഡിലേക്കാണ് ആന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനടുത്ത് ജനവാസം ഉണ്ട്, ഇഷ്ടംപോലെ ജനങ്ങൾ താമസിക്കുന്നുണ്ട്, പുഴ സൈഡിലും താമസിക്കുന്നുണ്ട്. ആന ഇപ്പോൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. വന്ന സ്ഥലത്ത് ആ പുഴയിലൂടെയാണ് നീന്തി കടന്നിങ്ങോട്ട് വന്നത്. ഇപ്പൊ അങ്ങോട്ട് തന്നെയാണ് ആന പോകുന്നത്, വന്ന വഴിക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അല്ലേ? കാവ്യ, ഒരുപക്ഷെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമായിരിക്കും. ആ പുഴ കടന്നുകൊണ്ടാണ് ആന ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ് പറയുന്നത്. ജനവാസ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് ആ പുഴ കടന്നാലും ജനവാസ കേന്ദ്രത്തിലേക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടം കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കോളേജും പിന്നീട് മാനന്തവാടി ബസ് സ്റ്റാൻഡുമാണോ? തീർച്ചയായും KSRTC സ്റ്റാൻഡ് ഉണ്ട് അവിടെ. എന്നാൽ KSRTC സ്റ്റാൻഡിലൊക്കെ ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു നേരത്തെ തന്നെ ഞങ്ങൾ വരുന്ന വഴി തന്നെ കണ്ടതാണ്. KSRTC സ്റ്റാൻഡിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അപകടകരമായ ഒരു രീതിയിലേക്ക് പോകില്ല എന്നത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ. എന്നാൽ KSRTC ബസ് സ്റ്റാൻഡിനും അതുപോലെ ന്യൂമാൻസ് കോളേജിനും ഇടയിൽ പോകുന്നത് ഇത് വന്ന വഴി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാർ നമുക്ക് നൽകുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ നിന്നും പുഴ കടന്നാണ് ആന ഇങ്ങോട്ട് വന്നത്. വന്ന വഴി തന്നെയാണ് ആന പോകുന്നതെങ്കിൽ ആന പോകുന്നതും ജനവാസ കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കും. എന്നാൽ അവിടെയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വനവകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാവ്യ.